ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിശുദ്ധരായിരിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 4 അധ്യായം 3 വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യ ലക്ഷ്യം എന്തായിരിക്കണം? അത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ലക്ഷ്യം വിശുദ്ധനാകുക എന്നതും. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. അതിനാൽ നിങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും നിങ്ങൾ വിശുദ്ധരായിരിക്കണം. എല്ലാവരോടും സമാധാനവും വിശുദ്ധിയും പിന്തുടരുക. അതില്ലാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് തിരുവെഴുത്ത് എബ്രായർ 12 അധ്യായം 14 വാക്യത്തിലും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് മത്തായി സുവിശേഷം 5 അധ്യായം 8 വാക്യത്തിലും കാണാൻ സാധിക്കുന്നു. വിശുദ്ധിയില്ലാതെ ഒരാൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. വിശുദ്ധിയില്ലാതെ നിങ്ങൾക്ക് സാത്താനെ ചെറുക്കാനും കഴിയുകയില്ല. നിങ്ങൾക്ക് മന്ത്രവാദത്തിന്റെ ശക്തികളെ തകർക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പിശാചുകളെ പുറത്താക്കുവാനും. വിശുദ്ധിയില്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിയിൽ നിങ്ങൾ ദുഃഖിക്കും. വിശുദ്ധി കൂടാതെ കർത്താവിന്റെ വരവിൽ നിങ്ങളെ കണ്ടെത്താനാകില്ല. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനും കഴിയുകയില്ല. ഈ അവസാന നാളുകളിൽ അനേകം അശുദ്ധാത്മാക്കൾ, പരസംഗത്തിന്റെ ആത്മാക്കൾ, വ്യഭിചാരത്തിന്റെ ആത്മാക്കൾ, കാമത്തിന്റെ ആത്മാക്കൾ ദൈവമക്കൾക്കെതിരെ അവരുടെ വിശുദ്ധിയെ നശിപ്പിക്കാൻ അഴിച്ചുവിട്ടിരിക്കുന്നു. നഗ്നരായി ചുറ്റിക്കറങ്ങുന്നുവെന്ന് വീമ്പിളക്കുന്നവരുമുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിൽ പോലും തങ്ങളെ തന്നെ ദൈവങ്ങളെന്ന് വിളിക്കുന്ന നഗ്നരായ ധാരാളം പുരോഹിതന്മാരുണ്ട്. ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഫാഷൻ ട്രെൻഡുകൾ, TV ഷോകൾ, ഇന്റർനെറ്റ് എന്നിവയിൽ കുട്ടികൾ പാപകരമായ വഴിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കർത്താവ് നിങ്ങളെയും എന്നെയും വിശുദ്ധിക്കായി വിളിച്ചിരിക്കുന്നു. വിശുദ്ധിയിൽ തീഷ്ണതയുള്ളവർ പാപത്തിൽ നിന്നും, ലോകത്തിൽ നിന്നും, ലൗകിക പ്രവണതകളിൽ നിന്നും, അധാർമികതയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഈ ദുഷിച്ച യുഗത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കേണ്ടതിന് കർത്താവായ യേശു നമ്മുടെ പാപങ്ങൾക്കായി തന്നെ ഏൽപ്പിച്ചു എന്ന് ഗലാത്യർ 1 അധ്യായം 4 വാക്യത്തിൽ പറയപ്പെടുന്നു. അതിലുപരി നിങ്ങൾ സാത്താന്റെ ഭരണത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തായിരിക്കണം. നിങ്ങൾ ലോകത്തിൽ നിന്നും അതിന്റെ ഭാവങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കണം. ലോകവുമായി ഒത്തുചേരരുതെന്ന് കർത്താവ് നമ്മോട് ആവർത്തിച്ചു പറയുന്നു. ദൈവം വെളിച്ചത്തെ കണ്ടു, അത് നല്ലതെന്ന്. ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 4 വാക്യത്തിൽ പറയപ്പെടുന്നു. കർത്താവിന് വേണ്ടിയുള്ള വേർപിരിയൽ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായും അറിയുകയും മനസ്സിലാക്കുകയും വേണം. ദൈവമക്കളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ, അതായത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചം നിങ്ങളെ പ്രകാശിപ്പിച്ച ദിവസം മുതൽ എല്ലാത്തരം അശുദ്ധികളിൽ നിന്നും അകന്നു നിൽക്കാനും വിശുദ്ധീകരണത്തിൽ ജീവിക്കാനും നിങ്ങൾ കർത്താവിനു വേണ്ടി വേർപിരിയൽ ജീവിതം നയിക്കാനും നിങ്ങളുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 6 അധ്യായം 14-15 വാക്യങ്ങൾ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോരു ചേർച്ച. വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആമോസ് 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 7 അധ്യായം. ആമേൻ.